2026 വേൾഡ് കപ്പിലെ ആദ്യ വിജയം സ്വന്തമാക്കി ബ്രസീൽ. ഹെയ്ത്തിയെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ബ്രസീൽ വിജയം സ്വന്തമാക്കിയത്. വിനീഷ്യസ് ജൂനിയറാണ് കളിയിലെ താരം. പരിക്കേറ്റ നെയ്മർ ജൂനിയർ ഇല്ലാതെയാണ് ബ്രസീൽ ഇന്നും കളത്തിലിറങ്ങിയത്. സ്ട്രൈക്കർ റോളിൽ തിയാഗോയ്ക്കു പകരം മത്യൂസ് കുന്നെയാണ് ആഞ്ചലോട്ടി കളത്തിലിറക്കിയത്. മത്സരത്തിന്റെ 23-ാം മിനിറ്റിൽ മത്യൂസ് കുന്നെയാണ് ആദ്യ ഗോൾ സ്വന്തമാക്കിയത്. വിനീഷ്യസ് ജൂനിയർ ക്രിയേറ്റ് ചെയ്ത ഒരു ചാൻസിലൂടെ മത്യൂസ് കുഞ്ഞയുടെ കാലുകളിൽ കൊണ്ടാണ് ആദ്യ ഗോൾ വലയിലെത്തുന്നത്. മത്സരത്തിന്റെ 36-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറിന്റെ അസിസ്റ്റിലൂടെ കുഞ്ഞ രണ്ടാമത്തെ ഗോളും നേടി. ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിൽ ലൂക്കാസ് പക്കറ്റിയുടെ അസിസ്റ്റിൽ നിന്നും വിനീഷ്യസ് ജൂനിയർ മൂന്നാമത്തെ ഗോൾ നേടി. രണ്ടാം പകുതിയിൽ ഹെയ്ത്തി ഡിഫൻസ് ശക്തമാക്കിയതോടുകൂടി ബ്രസീൽ സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. എന്തായാലും മികച്ച വിജയമാണ് ബ്രസീൽ സ്വന്തമാക്കിയത്. വിനീഷ്യസും കുന്നയും ഒക്കെ ഫോമായത് ബ്രസീൽ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഫസ്റ്റ് ഹാഫിൽ റാഫീനെ പരിക്ക് പറ്റിപ്പോയത് ബ്രസീലിന് ഒരു നിരാശ നൽകുന്ന കാര്യമാണ്. അടുത്ത മത്സരം ബ്രസീലിന്റേത് സ്കോട്ട്ലൻഡുമായിട്ടാണ്. ആ മത്സരത്തിൽ നെയ്മർ തിരിച്ചു വരുമെന്ന് ആഞ്ചലോട്ടി തന്നെ ഉറപ്പ് നൽകിയിരിക്കുന്നു. സ്കോട്ട്ലൻഡിനെതിരെ ഒരു വിജയം കൂടി സ്വന്തമാക്കിയാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ 1-ാം സ്ഥാനക്കാരായിട്ട് ബ്രസീലിന് ഫിനിഷ് ചെയ്യാം. 25-ാം തീയതിയാണ് സ്കോട്ട്ലൻഡുമായിട്ടുള്ള ബ്രസീലിന്റെ മത്സരം.